ഓം നമ ശിവായ. ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം വരാൻ പോവുകയാണ്. സർവമംഗളദായകനും ശക്തിസ്വരൂപനും ദേവാദിദേവനും പരബ്രഹ്മസ്വരൂപനുമായ ശ്രീ മഹാദേവന്റെ പുണ്യ ദിവസമാണ്, ശിവന്റെ രാത്രിയാണ് ശിവരാത്രി. ദേവന്മാരും ഋഷീശ്വരന്മാരും മനുഷ്യരും ഗന്ധർവരും 14 ലോകത്തുള്ള സകല ചരാചരങ്ങളും ഉറക്കമൊഴിഞ്ഞ് നിർനിദ്രരായി ആസുരശക്തികൾക്കെതിരെയും ഛിദ്രശക്തികൾക്കെതിരെയും ജാഗ്രതയോടെ ഇരിക്കുന്ന പുണ്യ ദിവസമാണ് ശിവരാത്രി ദിവസം. ഇത്രയേറെ വ്രതങ്ങളുള്ള, ഇത്രയേറെ വ്രതാനുഷ്ഠാനങ്ങളുള്ള മറ്റൊരു ദേവൻ ശിവനെ പോലെ വേറെ ഇല്ല. ശിവരാത്രി വ്രതം, പ്രദോഷ വ്രതം, തിങ്കളാഴ്ച വ്രതം, പാശുപത വ്രതം എന്നിങ്ങനെ നിരവധി വ്രത അനുഷ്ഠാനങ്ങൾ ശിവനെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശിവനും ശക്തിയും കൂടി ചേർന്ന തിരുവാതിര വ്രതം. ഓരോ മാസവും തിരുവാതിരയുണ്ട്. അതുകൂടാതെ ധനുവിൽ പ്രധാനപ്പെട്ട തിരുവാതിര, ധനു തിരുവാതിരയുണ്ട്. അതിപ്പോൾ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഉയിരിനെ, ജീവനെ, പ്രാണനെയാണ് യഥാർത്ഥത്തിൽ ശിവൻ എന്ന് പറയുന്നത്. നാം ചിത്രത്തിൽ കാണുന്നത് ശിവന്റെ സാകാര രൂപമാണ്, നിരാകാര രൂപമാണ് ശിവലിംഗം. ശിവലിംഗം എന്ന വാക്കിന് നിരവധി തെറ്റിദ്ധാരണാജനകമായ അർത്ഥങ്ങളാണ് ഓരോരുത്തർ കൽപ്പിക്കുന്നത്. ഇതൊരു സംസ്കൃത വാക്കാണ്. മനുഷ്യരുടെ അല്ലെങ്കിൽ പുരുഷന്റെ ജനനേന്ദ്രിയമെന്ന് വിഡ്ഢികൾ മാത്രമേ ശിവലിംഗത്തിനെ കുറിച്ച് പറയുകയുള്ളൂ. എവിടെ നിന്നാണോ ഈ പ്രപഞ്ചം ഉണ്ടായത്, ഇനി എവിടേക്കാണോ ഈ പ്രപഞ്ചം ചെന്ന് ചേരേണ്ടത്, അതിനെയാണ് ശിവലിംഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിം എന്ന അവസ്ഥയിൽ നിന്ന് ഉണ്ടായത് കൊണ്ടാണ് ശിവലിംഗത്തിന് ആ പേര് ഉണ്ടായത്. അതായത് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ വായുവോ അഗ്നിയോ പഞ്ചഭൂതങ്ങളോ കാറ്റ് ഒന്നും തന്നെ, ജലമോ ഒന്നും തന്നെ ഉണ്ടാകാതിരുന്ന ആ അവസരത്തിൽ സമുദ്ഭവമായതുകൊണ്ടാണ് ഇതിനെ ലിംഗം എന്നതുകൊണ്ട് പറയുന്നത്. ശിവലിംഗത്തിനെ സംബന്ധിച്ചിടത്തോളം യസ്മിൻ ഇതി ലയം സർവത് ലിംഗം എന്നാണ് ഒരു വാക്ക്. അതിൻ്റെ അർത്ഥം എന്തെന്നാൽ യാതൊന്നിൽ സർവവും ബ്രഹ്മപ്രളയത്തിൽ കൽപ്പാന്തത്തിൽ ലയിച്ചു ചേരുന്നുവോ അതിനെ ശിവലിംഗം എന്ന് പറയുന്നു. രണ്ടാമതായിട്ട് ലിംഗം എന്ന വാക്കിന് ലയനാത്ത് ലിംഗം ഇത്തിക്തം എന്നാണ് പറയുന്നത്. അതായത് ലയിക്കുക നിമിത്തം ലിംഗം എന്ന് പറയുന്നു. മൂന്നാമത് ലയം ഗച്ഛന്തി ഭൂതാനി സംഹരതേ നിഖിലം യഥ സൃഷ്ടികാലേ പുനഃസൃഷ്ടി തസ്മാത്ത് ലിംഗമുദാഹൃതം. അർത്ഥമെന്തെന്നാൽ യാതൊന്നിൽ പ്രളയകാലത്ത് സകലതും ലയിച്ചു ചേരുന്നുവോ, ഇനി യാതൊന്നിൽ നിന്നും ഈ പ്രപഞ്ചം പുനഃസൃഷ്ടിക്കപ്പെടുന്നുവോ അതിനെ ലിംഗം എന്ന് പറയുന്നു എന്നാണ്. അപ്പോൾ മഹാദേവന് 2 രൂപത്തിൽ നമ്മൾ ആരാധിക്കുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന നരരൂപത്തിലുള്ള ശിവശക്തിയുടെ ആ രൂപം, മറ്റൊന്ന് ശിവലിംഗത്തിൻ്റെ രൂപം. അപ്പോൾ ഈ ശിവരാത്രിക്ക് കൂടുതലും നമ്മൾ ശിവലിംഗം വെച്ചാണ് ആരാധനകൾ നടത്തുന്നത്. അപ്പോൾ ശിവായ നമയன்ற ചൊല്ലുപോർക്ക് അപായമേതുമേ ഇല്ല എന്നും, നീർപ്പോള പോലൊരു ജീവിതമല്ലയോ എപ്പോൾ മറയുമെന്ന് ആരറിയൂ, ഇനിയെങ്കിലും വൃഥ കാലം കളയാതെ ശിവനാമമെന്നും ജപിച്ചു കൊള്ളുക എന്നുമാണ് ശിവന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ വിവക്ഷിക്കുന്നത്. അപ്പോൾ അവ്യാധിഗാത്രം അനുകൂലതരം വേഷ്മപ്രശസ്ത വിഭവാം വിപുലാംച വിദ്യ ശ്ലാഘ്യങ്കുലം ചരമകാലഗതി പ്രശസ്ത ശംഭോ പ്രസാദ പരിണാമ വിഭൂതി രേഷ എന്നാണ് ശിവലിംഗത്തിനെ കുറിച്ച്, ശിവന്റെ അനുഗ്രഹത്തിനെ കുറിച്ച്, ശിവലിംഗ സ്വരൂപനായ ശിവന്റെ നമുക്ക് കിട്ടുന്ന അനുഗ്രഹത്തിന് പറയുന്ന. അവ്യാധിഗാത്രം രോഗപീഠ ഏതുമില്ലാത്ത ശരീരവും
സ്നേഹപൂർണമായ ദമ്പതികളും ഭാര്യയ്ക്ക് ഭർത്താവ്, ഭർത്താവിന് ഭാര്യ, അതാണ് അനുകൂലതരം. വേഷ്മപ്രശസ്ത വിഭവം, ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ധനവും ആരോഗ്യവും മനസ്സുഖവും സന്തതിയും കുടുംബജീവിതവും, അതാണ് വേഷ്മപ്രശസ്ത വിഭവം വിപുലാം ച വിദ്യ. എല്ലാ വിദ്യകളും നമ്മൾക്ക് അറിയാൻ ദക്ഷിണാമൂർത്തിയായിരിക്കുന്ന ആ ശിവൻ നമുക്ക് സകല വിജ്ഞാനങ്ങളും സകല ബുദ്ധി വൈഭവങ്ങളും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സകല സിദ്ധികളും തരുമെന്നാണ് വിഭവാം വിപുലാം ച വിദ്യ. ശിലാഖ്യം കുലം, ശിവഭക്തരുടെ കുലം, ആ ശിവഭക്തന്റെ ദേഹാന്ത്യത്തിന് ശേഷവും അറിയപ്പെടും നാട്ടിലെല്ലാം. ഈ ശിലാഖ്യം കുലം ചരമകാലഗതി പ്രശസ്ത, ചരമത്തിന് ശേഷം ആത്മാവിന് ചെയ്തു പോയ പാവങ്ങൾക്കറിയാതെയും അറിഞ്ഞും ചെയ്തു പോയ പാവങ്ങളെ മഹാദേവൻ പുറത്ത് ക്ഷമിച്ച് നമുക്ക് ഇനിയൊരു ജന്മം ഇല്ലാതെ മോക്ഷത്തിലേക്ക് നമ്മെ നയിക്കും എന്നുമാണ് ശിവ അനുഗ്രഹത്തിൻ്റെ വിവക്ഷയായി നമ്മൾ പറയുന്നത്. നമുക്ക് ഇപ്പോൾ അറിയാം, കൈലാസം എന്നത് ഒരു അമ്മൂമ്മ കഥയല്ല, അത് ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കൈലാസത്തിലാണ് ശിവശക്തി കുടികൊള്ളുന്നത്. ശിവൻ എന്ന് പറയുന്നത് ഒരു പുരുഷന്റെ രൂപമായിട്ട് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വരച്ചു വച്ചിരിക്കുന്നതാണ്. എങ്കിലും ശിവൻ എന്നത് നമ്മുടെ പ്രാണനാണ്, ഉയിരാണ്, ജീവനാണ്. അതിനെ കാണാൻ സാധ്യമല്ല. അത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഉയിര്, ജീവൻ, പ്രാണൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പ്രാണനെ ചലിപ്പിക്കുന്ന ശക്തിയെയാണ് ആദിപരാശക്തി അമ്മ പാർവതീ ദേവി എന്ന് പറയുന്നത്. അപ്പോൾ ശിവൻ എന്നത് നമ്മുടെ പ്രാണൻ അല്ലെങ്കിൽ ഉയിരും, ശക്തി എന്നത് ആ പ്രാണനെ ഉയിരിനെ ചലിപ്പിക്കുന്ന എനർജി അല്ലെങ്കിൽ ഊർജവും ആകുന്നു. അപ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, നമ്മൾ എന്ന് പറയുന്നത് അണ്ഡവും ഊർജവും ആണ്. അണ്ഡം എന്ന് പറഞ്ഞാൽ അതിനെ നമ്മുടെ ഈ പിണ്ഡാട്ടം എന്ന് പറയുമ്പോൾ അതിന് പ്രവർത്തിക്കാൻ, അതിന് അനങ്ങാൻ സാധ്യമല്ല. അതിനെ ചലിപ്പിക്കുന്നത്, അനക്കുന്നത് ഈ പ്രപഞ്ചത്തിന് മൂവ്മെന്റ് എനർജി കൊടുക്കുമ്പോഴാണ്. ആ എനർജിയാണ്, അത് ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ എനർജിയാണ് ദേവി എന്നും, അതിൻ്റെ ആ എനർജി ദേവി ഇരിക്കുന്ന ആ സ്ഥാനമാണ് ശിവലിംഗമെന്നും, ശിവലിംഗത്തിൽ വർദ്ധിതമായ അളവിൽ എനർജി അല്ലെങ്കിൽ ഊർജം ഉണ്ട് എന്നും നമ്മൾ കാണുന്നുണ്ട്. റോഡേ കൊണ്ടുപോകുന്ന പിന്നെ ഗ്യാസ് ചേമ്പറിൻ്റെ ഗ്യാസ് കുറ്റിയുടെ ഇതുപോലുള്ള ഗ്യാസ് കൊണ്ടുപോകുന്ന ലോറിയുടെ, ടാങ്കർ ലോറിയുടെ പുറകുവശവും, അതുപോലെ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഗ്യാസ് കുറ്റിയുടെയും ഒക്കെ ഉപരിതലം ഒരു 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 ശിവലിംഗത്തിൻ്റെ രൂപത്തിലാണ്. എന്തിനേറെ പറയുന്നു, ആറ്റോമിക് പവർ പ്ലാന്റുകൾ, കൃത്രിമ ആണവ ഊർജ കേന്ദ്രങ്ങൾ എല്ലാം, ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ഊർജ ഉൽപ്പാദന കേന്ദ്രങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ശിവലിംഗത്തിൻ്റെ ആകൃതിയിലാണ്. അപ്പോൾ ശിവലിംഗത്തെ നമ്മൾ ശിവരാത്രിയിൽ വലം വെച്ച് തൊഴുത് കൂവളത്തിൽ അർപ്പിക്കുകയും, അതുപോലെ തന്നെ ശിവന്റെ ഇഷ്ടപുഷ്പങ്ങളായ കൂവളത്തിലെയും എരിക്കൻ പൂവും അർപ്പിച്ച് നമ്മൾ നിർനിദ്രരായി 4 യാമങ്ങളിലും പൂജ നടക്കുന്നു. ശിവരാത്രിയിൽ നല്ല ഏതൊരു രാത്രിക്കും 4 യാമങ്ങളാണുള്ളത്. 1-ാം യാമം, 2-ാം യാമം, 3-ാം യാമം, 4-ാം യാമം. 6 മുതൽ 9 വരെയാണ് 1-ാം യാമം. 9 മണി മുതൽ രാത്രി 12 മണി വരെ 2-ാം യാമം. 12 മണി മുതൽ 3 മണി വരെ 3-ാം യാമം. 3 മണി മുതൽ 6 മണി വരെ 4-ാം യാമം. ഇങ്ങനെ ഈ 4 യാമങ്ങളിലും നമ്മൾ കൂവളത്തില അർപ്പിച്ചും ഭസ്മം അർപ്പിച്ചും, അതുപോലെ ശിവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇളനീർ അഭിഷേകം ചെയ്തും, അതുപോലെ തന്നെ ശിവന് ഏറ്റവും ഇഷ്ടപ്പെട്ട എരിക്കും പൂവ് അർച്ചനകൾ ചെയ്തും, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ശിവപ്രീതികരമായിട്ടുള്ള ദ്രവ്യങ്ങൾ അർച്ചന നടത്തിക്കൊണ്ട് പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃശിവായ എന്ന നാമം ജപിച്ചുകൊണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങൾ പുറക്കാനും, ഇനി ജീവിതാന്ത്യത്തിന് ശേഷം നമ്മൾ പ്രായമൊക്കെയായി വയസ്സായി കിടന്ന് കഷ്ടപ്പെടാതെ നമ്മൾ സുഖകരമായ ജീവിതാന്ത്യത്തിൽ എത്തിയതിന് ശേഷം വീണ്ടും വീണ്ടും ജനിക്കുക, വീണ്ടും വീണ്ടും മരിക്കുക എന്നുള്ള ഒരു ദുസ്ഥിതി വരാതെ നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന മൂർത്തി ആയതുകൊണ്ടാണ് സകല ദശാവതാര മൂർത്തികളും, വിഷ്ണുദേവൻ മുതൽ സകലവരും, ശ്രീരാമനും ശ്രീകൃഷ്ണനും പരശുരാമനും, അതുപോലെ തന്നെ 4-മത്തെ അവതാരമായ നരസിംഹമൂർത്തിയും എല്ലാം മഹാദേവനെ പൂജിച്ചും പ്രാർത്ഥിച്ചും അനുഗ്രഹങ്ങൾ നേടിയവരാണ്. എല്ലാ ഋഷീശ്വരന്മാരും ശിവഭക്തരായിരുന്നു. പരസ്പരം ബദ്ധ ശത്രുക്കളായിരുന്നു ശ്രീരാമനും രാവണനും. എങ്കിലും അവർ രണ്ടുപേരും സീതാദേവിക്ക് വേണ്ടി
യുദ്ധഭൂമിയിൽ ഇറങ്ങുന്നതിന് മുമ്പ് ശിവലിംഗം വെച്ചായിരുന്നു പൂജിച്ചിരുന്നത്. അപ്പോൾ ദേവനെന്നില്ല, അസുരന്മാരെന്നില്ല, രാക്ഷസനായ രാവണനെന്നില്ല, ഋഷീശ്വരന്മാരെന്നില്ല, ഭൂമിയിലെ മനുഷ്യരെന്നില്ല, എല്ലാവരും മഹാദേവനെ ഭജിച്ചും പൂജിച്ചും പ്രാർത്ഥിച്ചും അനുഗ്രഹസിദ്ധികൾ നേടിയിട്ടുള്ളതാണ്. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന അഗ്നി, ഭൂമി, അഗ്നി, ജലം, വായു, ആകാശം, ഇവയ്ക്ക് അഞ്ചിനെയും ഒരു മനുഷ്യരൂപം വരച്ചു കൊടുത്താണ് നമ്മൾ ശിവനെ ചിത്രത്തിൻ്റെ രൂപത്തിൽ ആരാധിക്കുന്നത് എന്ന് വിചാരിച്ച് ചിത്രത്തിൽ കാണുന്ന മനുഷ്യൻ്റെ രൂപം അല്ല ശിവന് ഉള്ളത്. നിരാകാരവും സാകാരവുമായ രണ്ട് രൂപമുണ്ട്. അതിൽ ശരീരം ഉള്ള ഭാവം ആണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന, ഈ പ്രഭാഷണത്തിൻ്റെ പിന്നിലായി കാണുന്ന ഒരു പുരുഷനും ഒരു സ്ത്രീയുമായിരിക്കുന്ന. ഇടതുവശത്ത് ശിവന്റെ ഇടതുവശത്ത് ദേവി പാർവതി ദേവി ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശിവന് വാമദേവൻ എന്നുള്ള പേരുള്ളത്. 108 അഷ്ടോത്തരനാമത്തിൽ വാമഭാഗം ഇടതുഭാഗം ദേവിക്ക് ആയുള്ള ഭാവം, സ്ഥലം. അപ്പോൾ ശിവന് മാത്രമല്ല ഓരോ പുരുഷ പ്രകൃതത്തിനും ഈ ഭൂമിയിലുള്ള മനുഷ്യരെന്നല്ല എല്ലാ പുരുഷനും ഇടതുഭാഗത്ത് സ്ത്രീയാണിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇടതുഭാഗത്തിന് വലതുഭാഗത്തേക്കാൾ ബലം കുറവ്, അബല എന്നാണ് സ്ത്രീയുടെ പേര്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ ശിവലിംഗം മാത്രമേ ഉള്ളൂ എങ്കിലും പിൻഭാഗത്ത് ഒരു വിളക്കുണ്ട്. അത് ദേവിക്കായി സങ്കല്പിച്ചിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു മൂർത്തിക്ക് 30 കോടി ദൈവങ്ങളിൽ ഏതെങ്കിലും ഒരു മൂർത്തിക്ക് ആ മൂർത്തിയുടെ ശ്രീകോവിലിനകത്ത് തന്നെ ദേവിക്കും കൂടെ സ്ഥാനമുള്ള ഒരേ ഒരു ദേവൻ എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീ മഹാദേവ ക്ഷേത്രങ്ങൾ മാത്രമാണ്. അപ്പോൾ മഹാദേവന് പ്രചരണം ഏതും തന്നെ ഇല്ല. മഹാദേവന്റെ ക്ഷേത്രങ്ങളിലും അന്യദേവതാ സ്തുതികളാണ് മുഴങ്ങുന്നത്. നമുക്ക് ഏകദേശം ഒരു 10-500 വർഷമായി നമ്മുടെ ശിവക്ഷേത്രങ്ങളിലോ നമ്മൾ കേരളത്തിലോ ശിവനാമങ്ങളോ ശിവസ്തുതികളോ ഒന്നും തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയോ സത്സംഗ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ശ്രീകൃഷ്ണനും ശ്രീരാമനും ശിവഭക്തരായിരുന്നു. അവർക്ക് എല്ലാവിധമായ ഐശ്വര്യവും നന്മയും കിട്ടിയത് ശ്രീരാമന്റെ ഭാര്യയായ സീതാദേവിക്ക് തിരിച്ച് രാവണനിൽ നിന്നും ആ ദേവിയെ കിട്ടിയതിന് പ്രതിഫലമായി നേർച്ച നേർന്നിട്ടാണ് ലങ്കയിലേക്ക് ശ്രീരാമൻ പോയത്. തിരിച്ചു വന്നപ്പോൾ അതിൻ്റെ അനുസ്മരണത്തിനായി ആ നേർച്ചയായി ആഗ്രഹം സാധിച്ചതിന് ശ്രീരാമൻ സ്ഥാപിച്ച ക്ഷേത്രമാണ് രാമേശ്വരം ക്ഷേത്രം. രാമന്റെ ഈശ്വരൻ എന്നാണ് രാമേശ്വരം എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ രാമന്റെയും ഈശ്വരനാണ്, രാവണന്റെയും ദൈവമാണ്, ഈശ്വരനാണ്. അപ്പോൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ശിവൻ ഭഗവാനല്ല, ഭഗവാൻ വേറെ, ഈശ്വരൻ വേറെ. ഈശ്വരൻ എന്നത് ഈ സൃഷ്ടിക്കുക, ശ്വാ നിലനിർത്തുക, രാം സംഹരിക്കുക എന്നുള്ളതാണ്. മഹാദേവൻ കൈലാസനാഥനാണെന്ന് പറഞ്ഞുവല്ലോ. പഞ്ചഭൂതങ്ങളാണ് മഹാദേവനെ എന്നുള്ള ആ തത്വം. അത് ജനിച്ചതുമില്ല മരിച്ചതുമില്ല. ജലം, അഗ്നി, വായു, ആകാശം എന്നിവയ്ക്ക് സഗുണഭാവം ഉണ്ടാകുമ്പോൾ നിർഗുണ പരബ്രഹ്മനായ ആ പഞ്ചഭൂതം സഗുണഭാവത്തിൽ ലോകത്തിൻ്റെ രക്ഷയ്ക്കായി, ഭക്തജനങ്ങളുടെ രക്ഷയ്ക്കായി, ദുഷ്ടന്മാരായ കാലനെയും കാമദേവനെയും ദക്ഷിണയെയും ഒക്കെ സംഹരിക്കുന്നതിന് വേണ്ടി സാകാര രൂപം കൊള്ളുകയും അവരെ സംഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാപങ്ങളെ സംഹരിക്കുന്നത് കൊണ്ടാണ് പാപസംഹാരകൻ എന്ന് മഹാദേവനെ വിളിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ജനിച്ച എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ പാപങ്ങൾ ചെയ്തിട്ടുള്ളവരായിരിക്കാം. അവർക്ക് അവരുടെ പാപങ്ങളെ സംഹരിക്കുന്നത് കൊണ്ടാണ് പാപസംഹാരകൻ എന്ന് പറയുന്നത്. അല്ലാതെ ആരെയും കൊല്ലുകയോ തിന്നുകയോ വെട്ടുകയോ ഒന്നും അല്ല. ഈ ത്രിമൂർത്തി സങ്കല്പത്തിൽ ആദ്യത്തെ ദേവനായ ബ്രഹ്മാവിന് ഈ ലോകത്ത് ഒരു ക്ഷേത്രവും ഒരു പൂജയും ഉണ്ടാകാതെ പോകട്ടെ എന്ന് ശപിക്കുവാനും, അങ്ങനെ ഈ ലോകത്ത് ഒരിടത്തും ബ്രഹ്മാവിന് വളരെ അപൂർവമായിട്ട് പുഷ്കർ എന്ന് പറയുന്ന സ്ഥലത്ത് രാജസ്ഥാനിൽ ഒരു ക്ഷേത്രമുണ്ട്. അതല്ലാതെ ബ്രഹ്മാവിന് ക്ഷേത്രമേതും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ശപിക്കുവാനും, വിഷ്ണുദേവന് തന്നോടൊപ്പം ക്ഷേത്രവും പ്രതിഷ്ഠയും ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുവാനുള്ള സിദ്ധിവിശേഷം ഉണ്ടായ ദേവാധിദേവനാണ്, ദേവന്മാരുടെ എല്ലാം ദേവനാണ്, പരബ്രഹ്മ സ്വരൂപനാണ് ശ്രീ മഹാദേവൻ. ഒരു കാര്യം മനസ്സിലാക്കുക, പരബ്രഹ്മം ഒന്നേ ഉള്ളൂ, അത് ശ്രീ പരമേശ്വരനാണ്. എല്ലാവർക്കും പരബ്രഹ്മ സ്വരൂപനാകാൻ അല്ലേ? എല്ലാം മറ്റു ഉപദേവന്മാരെല്ലാം ബ്രഹ്മമാണ്. ബ്രഹ്മം അനവധിയുണ്ട്, കോടാനുകോടിയുണ്ട്. നമ്മളെല്ലാം ബ്രഹ്മത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ പരബ്രഹ്മം ഒന്നേ ഉള്ളൂ. അത് ഉദാഹരണം കണ്ടില്ലേ, ഓച്ചറ പരബ്രഹ്മം എന്ന് പറയുന്നത്. ആ പരബ്രഹ്മത്തിന് രൂപമില്ല, ഭാവമില്ല, പേരില്ല, പിന്നെ ജനനമില്ല, മരണമില്ല, അച്ഛനില്ല, അമ്മയില്ല. അപ്പോൾ
അതാണ് പരബ്രഹ്മം, അതാണ് ഓച്ചറയിലിരിക്കുന്ന. അവിടെ ചെന്നാൽ ഒരു മൂർത്തിയില്ല, ഒരു അമ്പലമില്ല, ഒരു വിഗ്രഹമില്ല, ഒന്നും തന്നെയില്ല. അതാണ് ഓച്ചിറ പരബ്രഹ്മം. പരബ്രഹ്മം പരമേശ്വരൻ മാത്രമാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി നിലനിർത്തൽ സംഹരിക്കൽ, ഈ നെറ്റിക്കണ്ണിലെ തീയിലൂടെ ഈ പ്രപഞ്ചത്തിനെ കൽപ്പാന്തത്തിൽ സംഹരിക്കുന്ന മഹാകാള ഭാവം നമ്മുടെ ശ്രീ പരമേശ്വര ഭഗവാന് ഉണ്ട്, മഹാദേവന് ഉണ്ട്. അപ്പോൾ കയ്യിലിരിക്കുന്ന പ്രളയ ഹുദാഗ്നി കൊണ്ട് ശാന്തം പത്മാസനസ്ഥം ശശിധരമകുടം പഞ്ചവക്രം ത്രിനേത്രം ശൂലം ഖഡ്ഗം ച വജ്രം പരശും അഭേദം ദക്ഷഭാഗേ വഹന്തം നാഗം പാശം ച പ്രളയകുതവകം സാങ്കുശം വാമഭാഗേ നാനാലങ്കാരദീപ്തം സ്ഫടികമണിനിഭം പാർവതീശം നമാമി എന്നാണ് പറയുന്നത്. അതായത് പ്രപഞ്ചത്തിൽ ദുഷ്ടന്മാരെ കൊണ്ടും അസുരന്മാരെ കൊണ്ടും ഈ ലോകം നിറയുമ്പോൾ അപ്പോൾ ദേവിയോടൊത്ത് മഹാകാളിയായി ശ്രീ പാർവതീ ദേവിയും കൂടെ ചേർന്ന് ഒരു കാൽ, അതായത് ഇടതുകാൽ നിലത്തൂന്നി വലതുകാൽ നെഞ്ചോളം പൊക്കത്തിൽ നിന്നുകൊണ്ട് അസുരന്മാരെ സംഹരിച്ച് അവരുടെ അസ്ഥിമാലകൾ, കങ്കാളമെന്നാണ് പറയുന്ന കങ്കാളമാല കഴുത്തിൽ അണിഞ്ഞുകൊണ്ട്, ആസുരതയുടെ പ്രതീകമായ അസ്ഥിമാലകൾ കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് പ്രപഞ്ചം നടുങ്ങുമാറ് അമ്മ പാർവതീ ദേവിയോടൊത്ത് ആനന്ദ നടനം ചെയ്യുന്ന മഹാദേവന്റെ പേരാണ് മഹാകാളൻ. ആ രാത്രി ലോകാവസാനത്തിൻ്റെ ബ്രഹ്മപ്രളയത്തിൻ്റെ ആ തലേ ദിവസത്തെ രാത്രിയാണ് കാളരാത്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്നതുകൊണ്ട് അർത്ഥം വരുന്നത്. അപ്പോൾ അന്നപൂർണേശ്വരനും ധനം നൽകുന്ന ധനഭൈരവമൂർത്തിയും വിദ്യയും ബുദ്ധിയും കൊടുക്കുന്ന ദക്ഷിണാമൂർത്തിയും ശ്രീ മഹാദേവൻ തന്നെ. ദക്ഷിണ ദിക്കെന്നാൽ തെക്ക് ദിക്കാണ്. ആ തെക്ക് ദിക്കിലേക്ക് ഒരു ദൈവവും തിരിഞ്ഞിരിക്കുകയില്ല. അങ്ങോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്ന, തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരേ ഒരു ദേവൻ ദക്ഷിണാമൂർത്തിയാണ്. അതാണ് ഗുരുവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമ എന്ന ദക്ഷിണാമൂർത്തി ഭാവത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ലോകത്ത് ക്ഷേത്രങ്ങളിലെല്ലാം എത്ര സ്ഥലങ്ങളിലാണ് ക്ഷേത്രങ്ങളിൽ ദേവപ്രശ്നം നടത്തുമ്പോൾ ആദ്യം ആദിഗുരുവായ ദക്ഷിണാമൂർത്തി പൂജ ചെയ്തിട്ടാണ് ദേവപ്രശ്നം നടത്തുന്നത്. ഒന്ന്, ക്ഷേത്രത്തിൽ അഷ്ടദിക്പാലകരിൽ 8 ദിക്പാലകരിൽ കിഴക്ക് വടക്കേ ദിക്കിൻ്റെ അധിപൻ ഈശാനൻ എന്ന് പറയുന്ന ശിവനാണ്. 2, എല്ലാ ക്ഷേത്രത്തിൻ്റെയും ഈശാന ദിക്കിൽ ക്ഷേത്രത്തിനെ ആസുരശക്തികളിൽ നിന്ന് രക്ഷിക്കുന്ന ക്ഷേത്രപാലകൻ എന്ന് പറയുന്നത് ശിവന്റെ 1000-ലൊരു അംശത്തിനെയാണ്. ബ്രഹ്മാവിൻ്റെ സങ്കടം പറച്ചിൽ ബ്രഹ്മാവ് പറഞ്ഞു, മഹാദേവ, എനിക്ക് എൻ്റെ സൃഷ്ടി, അങ്ങ് എന്നെ സൃഷ്ടിക്കാൻ നിയോഗിച്ചു, ഞാൻ സൃഷ്ടിക്കുന്നു, പക്ഷേ എൻ്റെ സൃഷ്ടികളെല്ലാം തെറ്റിപ്പോകുന്നു, പിഴച്ചു പോകുന്നു, അത് നശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മഹാദേവന്റെ ചൈതന്യത്തിൻ്റെ 1000-ലൊരു അംശം കൊണ്ട് ക്ഷേത്ര പാലകനായിട്ട് വീടുകളെയും വയലേലകളെയും ഒക്കെ സംരക്ഷിക്കുന്ന ഭൂതത്താനായിട്ട് ക്ഷേത്രപാലകനായിട്ട് മഹാദേവൻ അനുഗ്രഹം കൊടുത്തു. അത് പോയിട്ട് മാതൃക്കളുണ്ട് ക്ഷേത്രത്തിൻ്റെ, എല്ലാ ക്ഷേത്രത്തിൻ്റെ, ഏത് ക്ഷേത്രത്തിൻ്റെയും തെക്കേ ഭാഗത്ത്, ശ്രീകോവിലിൻ്റെ തെക്കേ ഭാഗത്ത് വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന സപ്തമാതൃക്കൾ 9 പേരുണ്ട്. 7 അമ്മമാരും ഇന്ദ്രാണി, ചാമുണ്ഡി, കൗമാരി തുടങ്ങിയിട്ടുള്ള മാഹേശ്വരി, വൈഷ്ണവി തുടങ്ങിയിട്ടുള്ള മാതാക്കൾ 7 പേരും അവരോടൊപ്പം 2 പുരുഷ പ്രകൃതവുമുണ്ട്. ഒന്ന് ശിവശക്തിപുത്രനായ ഗണപതി കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്നു, മറ്റൊന്ന് വീരഭദ്രൻ എന്ന് പറയുന്ന ആ ദക്ഷിണയെ സംഹരിക്കാനായിട്ട് മൂലപ്രകൃതമായ ശിവന്റെ മൂലപ്രകൃതത്തിൽ നിന്നൊരു ഛായ പോലെ ഉണ്ടായി വന്ന ആ വീരഭദ്രൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ അഷ്ടദിക്പാലകരിൽ ശിവനുണ്ട്, സപ്തമാതൃക്കളുടെ കൂടെ ശിവനുണ്ട്, അതുപോലെ തന്നെ ആദിഗുരുവായി ക്ഷേത്രങ്ങളിൽ ദക്ഷിണാമൂർത്തിയായി ശിവചൈതന്യമുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ ഈശാന ദിക്ക് എന്ന് പറയുന്ന അവിടെ അഷ്ടദിക്പാലകളിൽ കിഴക്ക് ഇന്ദ്രനും, കിഴക്ക് തെക്ക് അഗ്നിയും, തെക്ക് യമനും, തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിരുതി മൂല എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പിന്നെ തെക്ക് യമനും, അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിരുതിയും, പടിഞ്ഞാറ് വരുണനും, പടിഞ്ഞാറ് വടക്ക് വായുവും, വടക്ക് കുബേരനും പോയിട്ട് ആ വടക്ക് കിഴക്കേ മൂലയിൽ ഈശാനനൻ എന്ന പേരിൽ വാസ്തുവിൻ്റെ ശിരസിൻ്റെ ഭാഗത്ത് ശിവൻ ഉണ്ട്. ഈ നമ്മളുടെ ജീവനിൽ, നമ്മളുടെ പ്രാണനിൽ പഞ്ചഭൂതങ്ങളുണ്ട്. പഞ്ചഭൂതം എന്ന് പറയുന്നത് നമ്മുടെ പാദം മുതൽ മുട്ടുവരെ ഭൂമി തത്വവും, മുട്ടുമുതൽ ഇളി വരെ ജലതത്വവും, ഇളിക്ക് മുകളിൽ പൊക്കിളിൻ്റെ അടിയിൽ അഗ്നിതത്വവും, പിന്നെ നെഞ്ചിൻ്റെ അവിടെ വായുതത്വവും, കഴുത്തിന് മുകളിൽ ആകാശതത്വവുമാണ്. ഇതിനെയാണ് ശിവന്റെ ചിത്രത്തിൽ നാം കാണുമ്പോൾ, ശിവന്റെ ആ മുഖത്ത് നോക്കിയാൽ
പഞ്ച ഭൂതങ്ങളെയും കാണാം. ഭൂതം എന്ന് പറയുമ്പോൾ നമ്മളെ പിടിച്ചു നിന്ന ആ പിശാച് എന്നുള്ള അർത്ഥം അല്ല. അപ്പോൾ പഞ്ചഭൂതേശ്വരനാണ് മഹാദേവൻ. ആ ജഡ കാണിക്കുന്നത് കാറ്റിൻ്റെ തത്വമാണ്, വായുവിൻ്റെ തത്വമാണ്. പിറകെ കാണിക്കുന്ന കൈലാസം കാണിക്കുന്നത് മണ്ണിൻ്റെ തത്വമാണ്. ആ തിരുനെറ്റിയിലെ മൂന്നാം കണ്ണിലെ തീ കാണിക്കുന്നത് അഗ്നിയുടെ തത്വമാണ്. അതുപോലെ തന്നെ അഗ്നിതത്വം, ജലതത്വം, വായുതത്വം, ആകാശത്വം, ഭൂമിതത്വം, ഈ 5 തത്വങ്ങളെയാണ് ഒരു നരൻ്റെ, ഒരു മനുഷ്യൻ്റെ രൂപം വരച്ച് നമ്മൾ ശിവക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ വിളക്ക് വയ്ക്കാൻ പടം വെച്ച് ആരാധിക്കുന്നത്. അപ്പോൾ എല്ലാ ദേവന്മാരും പ്രാർത്ഥിക്കുന്ന പൂജിക്കുന്ന ദേവനാണ് ശിവന്റെ ശിവരാത്രി. പശുപതിയാണ് മഹാദേവൻ. പശുപതി എന്ന് പറഞ്ഞാൽ ഇങ്ങേയറ്റം കൃമികീടം മുതൽ അങ്ങേയറ്റം ബ്രഹ്മദേവൻ വരെയുള്ള സകലതിനെയും ചേർത്താണ് പശു എന്ന് പറയുന്നത്. ഇതൊരു സംസ്കൃത വാക്കാണ്. ഇത് മലയാളത്തിലുള്ള തൊഴുത്തിക്കെട്ടി പാല് കറക്കണ ആ പശു അല്ല ഇവിടെ പറയുന്ന പശു. മഹാദേവന്റെ 108 അഷ്ടോത്തരത്തിൽ ഓം പശുപതയേ നമ എന്നൊരു വാക്കുണ്ട്. അതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ പശുവിനെ മേച്ചുകൊണ്ട് കിടക്കുന്ന എന്നുള്ളതല്ല. മലയാളത്തിലുള്ള വികൃത അർത്ഥമല്ല അത്. പശു എന്ന് പറഞ്ഞാൽ 4 കാലുള്ള വാലുള്ള ചാണകം ഇടുന്ന പശു അതല്ല. ഇവിടെ പശുപതി എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവൻ മുതൽ അങ്ങേയറ്റം വരെയുള്ള, അതിൽ അസുരന്മാരുണ്ട്, ദേവന്മാരുണ്ട്, ദേവേന്ദ്രനുണ്ട്, ബ്രഹ്മാവുണ്ട്, ഋഷീശ്വരന്മാരുണ്ട്, രാക്ഷസനായ രാവണനുണ്ട്, മനുഷ്യരായ നമ്മളുണ്ട്, നാഗങ്ങളുണ്ട് എന്നു വേണ്ട സകലതിനെയും ചേർത്ത് ജീവനുള്ള ജീവികളെയും പ്രാണനുള്ള പ്രാണികളെയും ഒരുമിച്ച് ചേർത്താണ് പശു എന്ന് പറയുന്നത്. ആ പശുപതികളുടെ എല്ലാം ജീവനെ പ്രാണനെ നിയന്ത്രിക്കുന്ന ശക്തി ആയതുകൊണ്ടാണ് പ്രഭം പ്രാണനാഥം വിഭും വിശ്വനാഥം സദാനന്ദഭാജം സദാസുപ്രകാശം എന്ന നാമത്തിലൂടെ മഹാദേവനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, പൂജിക്കുന്നത്. അപ്പോൾ ശിവരാത്രി ദിവസം വ്രതാനുഷ്ഠാനത്തോടുകൂടി കൂവളത്തിലെയോ അതല്ലെങ്കിൽ പ്രഭാതത്തിൽ ശിവേലി പ്രഭാതത്തിൽ നിർമാല്യം തൊഴണം, ഭസ്മം ധരിച്ചിരിക്കണം. അതുപോലെ തന്നെ കൂവളത്തിലെ അർപ്പിച്ചുകൊണ്ട് ശിവന്റെ പഞ്ചമുഖങ്ങളെയും തൊഴണം. ഈശാനം, തത്പുരുഷം, ഈശാന ദിക്ക് 5 മുഖങ്ങളുണ്ട്. സദ്യോജാതം, വാമദൈവം, അഘോരം, ഈശാനം, തത്പുരുഷമെന്ന് 5 ദിക്കുകളിലേക്ക് മഹാദേവന്റെ മുഖം തിരിഞ്ഞിരിക്കുന്നു. കാരണം ഈ ദിക്കുകളാകുന്ന ഈ പ്രപഞ്ചമാണ് ശിവനെന്ന് പറയുന്നത്. ദിക്കുകളുടെ മുഖമാണ് കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്, ആകാശ ദിക്ക് എന്നത്. ഈ 5 ദിക്കുകളിൽ നിന്നാണ് ന, മ, ശി, വ, യ എന്ന നാമങ്ങൾ 5ഉം ഉണ്ടായത്. അപ്പോൾ ശിവനെ തെക്ക് നോട്ടും തൊഴുതാം, വടക്കോട്ടും തൊഴാം, പടിഞ്ഞാറോട്ടും തൊഴാം, ആകാശ ദിക്കിലേക്കും തൊഴാം, തെക്കോട്ട്, വടക്കോട്ട് എല്ലാ ദിക്കിലേക്കും. മറ്റുള്ള ദൈവങ്ങൾക്ക് ഒന്നേ കിഴക്കോട്ടിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ദിക്കും. ശിവനുണ്ടോ കാലന്റെ ദിക്കായ തെക്ക് ദിക്കിലേക്ക് യമനെയും കൊന്ന കാലകാലനായ കാലാഗ്നിരുദ്രനായ നീലകണ്ഠനായ മഹാദേവന് തെക്കെന്നില്ല, വടക്കെന്നില്ല, കിഴക്കെന്നില്ല, ഒന്നും തന്നെയില്ല. സദ്യോജാതം, വാമദേവം, അഘോരം, ഈശാനം, തത്പുരുഷം എന്നിവയാണ് മഹാദേവന്റെ 5 മുഖങ്ങൾ. ആ 5 മുഖങ്ങളിൽ നിന്നാണ് ന, മ, ശി, വ, യ എന്ന 5 പഞ്ചാക്ഷരിയും വന്നത്. ഈ പഞ്ചാക്ഷരിയെ 5 മുഖങ്ങളെ എന്താണ് സദ്യോജാതം, വാമദേവം, അഘോരം, ഈശാനം, തത്പുരുഷം എന്ന 5 മുഖങ്ങൾ. അതിൽ നിന്നാണ് പഞ്ചാക്ഷരി ഉണ്ടായത്. അത് ലോകത്തിന്റെ സൃഷ്ടിക്കും നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി 5 മുഖങ്ങളുണ്ട്. അപ്പോൾ കിഴക്കോട്ടുള്ള മുഖത്തിനെ പ്രതിനിധീകരിക്കുന്നു കാളഹസ്തി ക്ഷേത്രം, പടിഞ്ഞാറോട്ടുള്ള മുഖത്തിനെ പ്രതിനിധീകരിക്കുന്നതാണ് കാഞ്ചീപുരം ക്ഷേത്രം, തെക്കോട്ടുള്ള മുഖത്തിനെ പ്രതിനിധീകരിക്കുന്ന ക്ഷേത്രമാണ് തമിഴ്നാട്ടിലെ തിരുവണ്ണാമല ക്ഷേത്രം, വടക്കോട്ടുള്ള മുഖത്തിനെ പ്രതിനിധീകരിക്കുന്നതാണ് തിരുവണൈക്കോവിൽ. ഇങ്ങനെ പഞ്ചസ്വരങ്ങളും 5 സ്വരങ്ങളും ഈ 5 മുഖങ്ങളിൽ നിന്ന് വന്നതാണ്. കിഴക്കോട്ടുള്ള ശിവന്റെ മുഖത്തിൽ നിന്നാണ് പഞ്ചമസ്വരം ഉണ്ടായത്. പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുന്ന ആ മുഖത്തിൽ നിന്നാണ് ഗാന്ധാരം സ്വരം ഉണ്ടായത്. അതുപോലെ തന്നെ വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ശിവന്റെ മുഖത്തിൽ നിന്നാണ് ധൈവത സ്വരവും ഉണ്ടായത്. ജലതരംഗം ഉണ്ടായതും വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ശിവന്റെ മുഖത്തിൽ നിന്നാണ്. ആകാശദിക്കിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ക്ഷേത്രമാണ് ചിദംബരം ക്ഷേത്രം. ആ ഊർധ്വദിക്ക് ആകാശ ദിക്കിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ശിവന്റെ മുഖത്തിൽ നിന്നും ആകാശതത്വവും പിന്നെ മധ്യമസ്വരവും ഉണ്ടായി. ഇങ്ങനെ പഞ്ചമസ്വരം. അതുപോലെ തെക്ക് തിരുവണ്ണാമല ക്ഷേത്രത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന തെക്കോട്ടുള്ള ശിവന്റെ മുഖത്തിൽ നിന്നാണ് സപ്തസ്വരങ്ങളിൽ 7 സ്വരങ്ങളിൽ ഷഡ്ജം, ഋഷഭം എന്നീ സ്വരങ്ങൾ ഉണ്ടായത്. ഇങ്ങനെ 7 സ്വരങ്ങളും ശിവന്റെ മുഖങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ ഭൂമി തത്വത്തിൽ
ഭൂതത്വത്തിനെയും ജലതത്വത്തിനെയും അഗ്നിതത്വത്തിനെയും വായുതത്വത്തിനെയും ആകാശതത്വത്തിനെയും പ്രതിനിധീകരിക്കുന്ന 5 ക്ഷേത്രങ്ങൾ മഹാദേവന്റെ മുഖങ്ങളായിട്ട് ഉണ്ട്. അപ്പോൾ ശിവരാത്രി ദിവസം ഉറക്കമൊഴിഞ്ഞ് നമശിവായ നാമം പറയണം. ഓം ഹ്രീം നമശിവായ, ഓം നമോ നമശിവായ എന്ന്. ഹ്രീം എന്നത് ദേവിയാണ്. ഹ്രീം എന്നാണ് പറയേണ്ടത്, ക്രീം എന്നല്ല. കാക്ക എന്നെഴുതുന്ന, ഐസ്ക്രീം എന്നെഴുതുന്ന കാക്കയല്ല. പിന്നെയോ ഹാരം, ഹാസം എന്നൊക്കെ പറയുന്ന ഹ എന്നുള്ള ഓം ഹ്രീം നമ ശിവായ, ഓം നമോ നമ ശിവായ എന്ന് വേണം ശിവക്ഷേത്രത്തിൽ പറയേണ്ടത്. ഓം ഹ്രീം നമശിവായ, ഓം നമോ നാരായണായ എന്ന് ചിലർ തെറ്റിദ്ധരിപ്പിച്ച് പറയാൻ പ്രേരിപ്പിക്കും. അങ്ങനെ പറയരുത്. കാരണം അത് ശിവനും എടുക്കുകയില്ല, നാരായണമൂർത്തിയും എടുക്കുകയില്ല. ശിവക്ഷേത്രത്തിൽ രാത്രി ദിവസമെങ്കിലും നമ്മൾ കലർത്തി, ചിലരുടെ വികൃത മനസ്സുകളാണ് ഇങ്ങനെ മന്ത്രങ്ങളെയും ഒക്കെ കൂട്ടിക്കലർത്തി പറയാൻ പഠിപ്പിക്കുന്നത്. ഓം ഹ്രീം നമശിവായ, ഓം നമോ നമശിവായ എന്നാണ് ചൊല്ലേണ്ടത്. അപ്പോൾ വലം വെച്ചാണ് തൊഴേണ്ടത്. അവിടെ ക്ഷേത്രത്തിൽ ശിവരാത്രി ദിവസം കഥകൾ പറയുകയോ രാഷ്ട്രീയം പറയുകയോ വീട്ടുകാര്യങ്ങൾ പറയുകയോ ചെയ്യാൻ പാടില്ല. ഓരോ തവണയും ഓവ് കടക്കാൻ അനുവദനീയമായിട്ടുള്ള ക്ഷേത്രങ്ങളുമുണ്ട്, ഓവ് കടക്കാൻ പാടില്ലാത്ത ക്ഷേത്രങ്ങളും ഉണ്ട്. ഗംഗയെ ശിവൻ ധരിക്കുന്നു. ഗംഗാജലം ആ വടക്കോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഏത് ശിവക്ഷേത്രത്തിലും വടക്കോട്ടാണ് ഈ ഓവ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ശിവക്ഷേത്രത്തിൽ വടക്ക് ഉള്ള ഓവിനെ മറികടക്കാൻ പാടില്ല. ഒരു കാര്യം, ശിവഭക്തരല്ലാത്തവരും ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ദിവസത്തിൽ വന്ന് തൊഴാൻ വരാറുണ്ട്. ശിവഭക്തർ അല്ലാത്ത ഒരുപാട് ശിവഭക്തർ ഉള്ള കാലമാണ് ഇത്. അപ്പോൾ സർവം ശിവനെന്ന അറിവ് വന്നിടുകൾ സർവഭോഗങ്ങളും മോക്ഷവും സിദ്ധിക്കുമെന്നും ആചാര്യന്മാർ പണ്ട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അന്യഥാ ശരണം നാസ്തി ത്വം ഏവ ശരണം മമ. എനിക്ക് മറ്റൊരു ദേവനില്ല. ത്വം, അവിടുന്ന്, ഏവം, മാത്രം, അവിടുന്ന് മാത്രമാണ് ശിവനേ എൻ്റെ ദൈവം. ഈശ്വരൻ ഒന്നേ ഉള്ളൂ. അസ്തോകാപ്ലുതം ഏകമീശ മനുഷ്യം എന്നാണ് ഋഗ്വേദത്തിൽ രുദ്രത്തിൽ പറയുന്നത്. ഈശ്വരൻ ഒന്നേ ഉള്ളൂ, മറ്റുള്ളതെല്ലാം ഭഗവാന്മാരാണ്. അപ്പോൾ അന്യഥാ ശരണം നാസ്തി, അന്യഥാ വേറെ എനിക്കൊരു ദൈവം ഇല്ല. ത്വം, അവിടുന്ന് മാത്രമാണ് എൻ്റെ ഈശ്വരൻ എന്ന് വിചാരിച്ച് ശിവനെ നമിക്കുന്നവർക്ക്, ശിവനെ തൊഴുന്നവർക്ക് എല്ലാ ഐശ്വര്യവും നന്മയും ഇനിയൊരു ജന്മമില്ലാതെ ആ മൃത്യുഞ്ജയ മന്ത്രത്തിൽ പറയുന്നത് പോലെ ഓം ത്രയംബകം യജാമഹേ സുഗന്ധി പുഷ്ടിവർദ്ധനം എന്ന നാമത്തിൽ പറയുന്നത് പോലെ ശിവൻ നമുക്ക് അനുഗ്രഹങ്ങൾ നൽകും. അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ശിവന്റെ രാത്രിയാണ് ശിവരാത്രി. ശിവരാത്രിയൊക്കെ തുല്യമായിട്ട് മറ്റൊരു രാത്രിയും ഇല്ല. രാത്രി തമോ ഗുണപ്രധാനമായ മൂർത്തികളുടെ എല്ലാം, ഭദ്രകാളി ദേവി, ശിവൻ തുടങ്ങിയവരുടെ എല്ലാം പൂജകളും മറ്റു വഴിപാടുകളും ഒക്കെ നടക്കുന്നത് രാത്രികാലങ്ങളിൽ ആണ്. അപ്പോൾ രാത്രിയുടെ ചിഹ്നമായ ചന്ദ്രക്കലയും അവിടുന്ന് വഹിക്കുന്നു. പകലിൻ്റെ ചിഹ്നമായ സൂര്യനും അവിടുത്തെ ഒരു കണ്ണാണ്. അഗ്നിയുടെ ചൂടിൻ്റെ പഞ്ചഭൂതങ്ങളിലൊന്നായ അഗ്നിയുടെ തിലകം, അത് ഇവിടെ ഭ്രൂമധ്യത്തിൽ മഹാദേവൻ തൃനേത്രനാണ്. ചന്ദ്രാർക്ക വൈശാനര ലോചനായ എന്നാണ് നാമം. ചന്ദ്രൻ അർക്കൻ വൈശാനരൻ എന്നാണ്. ചന്ദ്രാർക്ക വൈശാനര ലോചനായ എന്നാണ് മഹാദേവൻ സദാശിവനാണ്. സദാശിവൻ എന്ന വാക്കിൻ്റെ അർത്ഥം രാത്രിയും പകലും ഇല്ലാത്തവനെന്നാണ്. നമുക്ക് മനുഷ്യർക്കാണ് സൂര്യൻ പോകുമ്പോഴത്തേക്ക് പകലായി മാറുന്നത്, രാത്രി വരുന്നത്. പക്ഷേ ശിവനുണ്ടോ അങ്ങനെ? ശിവന് ചന്ദ്രക്കല എന്ന് പറഞ്ഞാൽ രാത്രിയിലും ഉണ്ട്, പകലുമുണ്ട്, അഗ്നിയിലുമുണ്ട്, മഴയിലുമുണ്ട്, വേനലിലുമുണ്ട്. എന്തിന്? സകല ചരാചരങ്ങളിലും ഉണ്ടെന്നാണ്. സകലതിലും വ്യാപിച്ചിരിക്കുന്നവനാണ്, വ്യാപനശേഷിയുള്ളവനാണ്. വായുവിലും അഗ്നിയിലും ആകാശത്തിലും ഭൂമിയിലും ജീവജാലങ്ങളിലും ഉയിരാണ്, ജീവനാണ്, പ്രാണനാണ് ശിവനെന്ന്. ആ പ്രാണനെന്ന ഉയിരെന്ന ജീവൻ നമ്മളിൽ നിന്ന് പോകുമ്പോഴാണ് നമ്മൾ ശിവൻ പോയ ശവമായി മാറുന്നത്. അപ്പോൾ സർവമംഗളദായകനായ ശിവന്റെ രാത്രിയാണ്, പുണ്യരാത്രിയാണ് ശിവരാത്രി. ഇതിൻ്റെ 2ാം ഭാഗമായിട്ട് മറ്റൊരു വീഡിയോ കൂടി, ഇതിപ്പോൾ ഏകദേശം 30ഓളം മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ 5 ദിവസം പറഞ്ഞാലും തീരാത്തത്ര കാര്യങ്ങൾ, ശ്ലോകങ്ങൾ ഒക്കെ ശിവനെക്കുറിച്ച് ഉണ്ട്. ഒരു കാലഘട്ടത്തിൽ ശിവതത്വങ്ങളും ശിവനാമങ്ങളുമായിരുന്നു നമ്മുടെ കേരളത്തിൽ മുഴങ്ങിയിരുന്നത്. പിന്നീട് അതിനെ അട്ടിമറിച്ചു. ചില വ്യക്തി താല്പര്യങ്ങൾ വന്ന് ശിവൻ ഉഗ്രമൂർത്തിയാണ്, ശിവൻ ഉഗ്രമൂർത്തി എന്ന് പറഞ്ഞ് പരത്താൻ കാരണം ശിവന്റെ നടയിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹമായിരുന്നാലും ദുഷ്ടന്മാർക്ക് ശാപമായിരുന്നാലും അതിനെ മാറ്റാൻ ആരാലും സാധ്യമല്ല.
ഇതുകൊണ്ടാണ് ഇതിനെയാണ് ഉഗ്രത എന്ന് പറയുന്നത്. അതിനെ അർത്ഥം വ്യത്യാസപ്പെടുത്തി ശിവൻ ഒരു കഴുത്തിൽ സർപ്പം ഇട്ടിരിക്കുന്നു, അതുപോലെ കയ്യിൽ ത്രിശൂലം ഇരിക്കുന്നു, ശവഭസ്മം പൂശിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരത്തി ശിവഭക്തിയിൽ നിന്നും നമ്മയും അകറ്റി അതിൻ്റെ ദുരിതങ്ങൾ കേരളത്തിൽ ഹിന്ദുക്കൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. സർപ്പം ഇട്ടിരിക്കുന്നത് ശിവഭക്തർക്ക് സർപ്പദംശനം വിഷം തീണ്ടുകയില്ല എന്നാണ്. കയ്യിൽ ത്രിശൂലം ഇരിക്കുന്നത് ആയുധത്താലുള്ള മരണം ശിവഭക്തർക്കുണ്ടാവുകയില്ല എന്നാണ്. അതുപോലെ തൃനേത്രത്തിലെ അഗ്നി സൂചിപ്പിക്കുന്നത് തീ പിടിച്ചുള്ള ദുർമരണം ശിവഭക്തർക്കുണ്ടാവുകയില്ല എന്നാണ്. ഇങ്ങനെ പഞ്ചവിധത്തിലുള്ള ദുർമരണങ്ങളും ശിവഭക്തർക്കുണ്ടാവും. ഇതാരും എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ചെന്നിരുന്നോട്ട് നിർദ്ദേശാനുസരണം ഒരു മനുഷ്യന് എഴുതിയല്ല ഈ ശിവന്റെ തത്വങ്ങൾ. ഇത് വേദങ്ങളിലുള്ളതാണ്. വേദങ്ങളിൽ പറയുന്ന രണ്ടേ രണ്ട് മൂർത്തി, നിങ്ങൾ ഈ എൻ്റെ പുറകുവശത്തായി കാണുന്ന ആ ശിവശക്തി ദേവിയും ശിവനും മാത്രമാണ് വേദങ്ങൾ പറയുന്നത്. പിന്നെ വേദങ്ങളിൽ ആരെങ്കിലും പറയുന്നത് അത് ഇന്ദ്രനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. വേറെ നമ്മൾ ഇന്ന് ആരാധിക്കുന്ന ഒരു മൂർത്തികളെ പറ്റിയും വേദങ്ങളിൽ പറയുന്നില്ല. വേദങ്ങളിൽ രണ്ടാമത്തെ വേദമായ യജുർവേദത്തിൽ 11 അനുവാകങ്ങളിലായി ശ്രീരുദ്രം എന്ന പേരിൽ മഹാദേവന്റെ മാഹാത്മ്യങ്ങൾ വേദങ്ങളാണ്. അത് അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി എവിടെയെങ്കിലും ചെന്നിരുന്ന് എഴുതിയതൊന്നുമല്ല. നമ്മുടെ മറ്റു മൂർത്തികളുടെ മഹാത്മ്യങ്ങളൊക്കെ ചില വ്യക്തികളിൽ എഴുതിയതാണ്. ഇത് വ്യക്തിഗതമായിട്ടുള്ളതല്ല. വേദങ്ങളിൽ ഋഷീശ്വരന്മാർ അവരുടെ കുണ്ടലിനി ശക്തിയാൽ ശിവനെ കണ്ട് ശിവന്റെ അനുഗ്രഹം സിദ്ധിച്ച് ശിവസിദ്ധിയാൽ എഴുതപ്പെട്ടതാണ് ഈ ഋഗ്വേദം. യജുർവേദം രണ്ടാമത്തെ വേദമായ യജുർവേദം അപ്പോൾ വേദസ്വരൂപനാണ്. വേദം വക്രം ഷഡംഗം ദശതി ശിവസനം എന്നാണ് ഋഗ്വേദത്തിൽ. യജുർവേദത്തിൽ ശ്രീരുദ്രത്തിൽ മഹാദേവനെ പറ്റി പറയുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ABCD പോലും ആയില്ല. ഈ എളിയവൻ്റെ ഒരു ചാനലുണ്ട്, കള്ളിക്കാട് സുവർണൻ എന്നാണ് ആ ചാനലിൻ്റെ പേര്, കള്ളിക്കാട് സുവർണൻ വീഡിയോസ്. ആ വീഡിയോ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിൽ കൈലാസത്തിനെ പറ്റിയും ശിവലിംഗത്തിനെ പറ്റിയും അതുപോലെ തന്നെ ശിവസ്വരൂപമായ ശിവന്റെ സാകാര രൂപത്തിനെ പറ്റിയും നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. ഏവർക്കും ഈ ശിവരാത്രി ദിനത്തിൽ മഹാദേവന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകട്ടെ എന്നും എല്ലാ പേരും ശിവനെ നിഷ്കാമ ഭക്തിയോടുകൂടി ഏക ഈശ്വരനായിട്ട് നമ്മുടെ ഉയിരിൻ്റെ ജീവന്റെ പ്രാണനായിട്ട് കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചാൽ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ എല്ലാ കുടുംബമുള്ള ദേവനാണ് മഹാദേവൻ. ഗണപതിയും ശ്രീമുരുകനും അമ്മയുമായിരിക്കുന്ന ആ കുടുംബ ദേവനാണ്. ഒറ്റ ദേവനേ ഉള്ളൂ കുടുംബദേവനായിട്ട്, ബാക്കിയെല്ലാം ഒറ്റയ്ക്കുള്ളതാണ്. മക്കളോ ഭാര്യയോ ഒന്നും കൂടെയില്ല. പക്ഷേ ശിവനാണെങ്കിൽ കുടുംബദേവനാണ്. ആ കുടുംബ പരദേവനായ ആ മഹാദേവനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ മക്കൾക്കും മക്കളെ മക്കൾക്കും എല്ലാം ദീർഘായുസ്സും നന്മയും നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം സംഹരിക്കപ്പെടുകയും ആപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുകയും ആയുരാരോഗ്യ സൗഖ്യം നൽകുകയും ചെയ്യുന്ന ദേവാദിദേവന്റെ ഈ വരാൻ പോകുന്ന പുണ്യദിനമായ ശിവരാത്രിക്ക് എല്ലാവർക്കും ശിവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമ ശിവായ.